അതിമോഹമാണ് പവിത്ര, അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തി എരിയുന്ന കാലം വരെ നിനക്കായിട്ടുണ്ടാകുമെന്ന് നിന്റെ അതിമോഹം. 6 വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം എന്തുകൂടെ തിരിച്ചു വന്നിരിക്കുന്നത് ചില കളികൾ കാണാനും ചില കളികൾ പഠിപ്പിക്കാനും. നീ പോന്നെ ദിനേശ, ചുമ്മാ அந்த பொண்ணுங்களை பாருங்க சைட் பண்ணடே. அவன் சித்தப்பாவை கூப்பிடுறான். அவன் சித்தப்பாவை நீ கூப்பிட மாட்டியா? நான் தாண்டா அவன் சித்தப்பாவை கூப்பிடுறேன். சித்தப்பா சித்தப்பா. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ മേഡം കയറി ഇറങ്ങിയല്ലേ. മേഡത്തിന്റെ മുഖം എനിക്കിന്നും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കണ്ണൂർ ASP ഓൺ പ്രൊബേഷൻ. ഓർത്തോ, ഇതൊരു ഇടവേള. ദിസ് ഈസ് അൻ ഇന്റർവെൻഷൻ. ഓമനെ, ഓർമ്മയുടെ കൂടുകൂടാരങ്ങളിൽ പകട പന്തലും കളിച്ച് പഞ്ചപാണ്ഡവന്മാരെ കഷ്ടത്തിലാക്കിയ പഞ്ചവർണ്ണ പൈങ്കിളി. എനിക്കറിയാൻ വേണ്ടിയില്ല വട്ടതി നീ അച്ഛൻ. താജ് പത്തനംതിട്ട. ഈ പത്തനംതിട്ട ഒരു സാധാരണ നമ്മൾ ഈ ചെറിയ അടൂര് അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ പഞ്ചായത്തിന്റെ ഒക്കെ പേര്, ഒരു ജില്ലയുടെ തന്നെ പേരാണ് കൂടെ ഉള്ളത് അല്ലേ? താജ് പത്തനംതിട്ട. പത്തനംതിട്ട അടക്കോപ്പം അതിന്റെ അടുത്താണ്. ക്യാമറ. പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം. മാന്യ പ്രേക്ഷകർക്ക് പ്രതികാരം പരിപാടിയിലേക്ക് സ്വാഗതം. കത്തുകളൊക്കെ വായിക്കും. കത്തുകൾ വായിക്കാം. നിങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ വളരെ നല്ല നിലവാരം പുലർത്തുന്നുണ്ടെന്ന് നിങ്ങൾ അയക്കുന്ന കത്തുകളിലെ അശ്രദ്ധകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതുപോലുള്ള കത്തുകൾ നിരവധി നിങ്ങൾ അയക്കണം. കാരണം ഞങ്ങൾക്കത് പ്രചോദനം ഏകും ഇങ്ങനെയുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ. ആദ്യത്തെ കത്ത് കട്ടപ്പനയിൽ നിന്നും കുട്ടിയമ്മയും 8 കുട്ടികളും ചോദിച്ചിരിക്കുന്നു. എന്താണ് ചോദിച്ചിരിക്കുന്നത്? കട്ടപ്പനയിൽ നിന്നും കുട്ടിയമ്മയും 8 കുട്ടികളും ചോദിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത മലയാള സിനിമ എന്തുകൊണ്ടാണ് 10 പ്രാവശ്യമായിട്ട് പ്രക്ഷേപണം ചെയ്തത്? അതുകൊണ്ട് അതിന്റെ കഥാസാരം അവർക്ക് മനസ്സിലായില്ല എന്നാണ് എഴുതി അറിയിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് 10 പ്രാവശ്യമായിട്ട് സംപ്രേഷണം ചെയ്തത് ഈ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ ഒരു ഇൻസ്റ്റാൾമെന്റ് കാരണമായത് കാരണമാണ് ഈ പ്രോഗ്രാം 10 പ്രാവശ്യമായിട്ട് സംപ്രേഷണം ചെയ്തത്. അടുത്ത ആഴ്ചത്തെ ചിത്രം നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണാം. അത് നിർമ്മിച്ചത് ഒരു ഹോൾസെയിലുകാരനാണ്. അതെ, ഒരു ഹോൾസെയിലുകാരനാണ്. അടുത്ത കത്ത് വായിക്കട്ടെ. അടുത്ത കത്ത് വായിക്കും. നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഈ വാർത്ത വായിക്കുന്നതിന് മുമ്പായി 1, 2, 3, 4 എന്നിങ്ങനെ അക്കങ്ങൾ എഴുതി കാണിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈ പരിപാടിക്ക് മുമ്പ് 1, 2, 3, 4 എന്ന് എഴുതി അക്കങ്ങൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കേന്ദ്രത്തിന് ആവശ്യമായ പെട്രോൾ അടിക്കുന്നതിന്റെ ആ ഡിജിറ്റൽ